ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം യൂണിവേഴ്സിൻ്റെ ഒരു റിയൽ പ്രിൻസിപ്പിളാണ്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും വൈബ്രേഷനും ജീവിതത്തിലേക്ക് വരുന്ന അവസരങ്ങളും എല്ലാം മാറി തുടങ്ങും. ഇത് നമ്മൾ പറയാനിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാമെന്നാണ്. ഇതൊരു സിമ്പിൾ ബട്ട് എ പവർഫുൾ ടെക്നിക്കാണ് 7 നോട്ട് മെത്തേഡ്. 7 കെട്ടുകൾ കെട്ടുന്നതിലൂടെ നമ്മൾ ഒരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുകയാണ്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? ഇത് നമ്മളുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് ആകർഷിക്കുന്നു എന്നതാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ ആകർഷിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും എനിക്ക് പണമില്ല അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങളില്ല, എനിക്ക് സന്തോഷമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് എന്താണ് അതേ വൈബ്രേഷനാണ് അല്ലെങ്കിൽ അതേ എനർജിയാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് തിരിച്ചാകർഷിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, അല്ലെങ്കിൽ എന്നിലേക്ക് ധാരാളം സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നു, ഞാനൊരു മണി മാഗ്നറ്റാണ്, എപ്പോഴും ഒരു കാന്തം പണം ആകർഷിക്കുന്നത് പോലെ, ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഞാൻ പണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നു, എനിക്ക് ധാരാളം അവസരങ്ങളുണ്ട്, ഞാൻ വളരെ സന്തോഷവാനാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് ആ ഒരു എനർജി തന്നെയാണ്. യൂണിവേഴ്സ് നമ്മൾ ആകർഷിക്കുന്നത് എന്താണ്? ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ 7 നോട്ട് മെത്തേഡ് എന്ന്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ വിഷ്വലൈസേഷൻ ടൂളാണ്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നടപ്പിലാക്കാനായിട്ട് നമുക്ക് പല ടെക്നിക്കുകളുണ്ട്. വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, വിഷൻ ബോർഡ്, സ്ക്രിപ്റ്റിംഗ്, ഇങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഇത് എല്ലാ മെത്തേഡുകളിലും നമ്മൾ പല രീതിയിലുള്ള ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ വിഷ്വലൈസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 7 നോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഒരു ക്ലിയറായിട്ടുള്ളൊരു പിക്ചർ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് നമുക്കത് ലഭിച്ചതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക, ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുക, ഒരു ഹാപ്പിനെസ്, ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ ഒരു അവസ്ഥ, ഇത് നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുക, അത് നമ്മൾ ഫീൽ ചെയ്യുക. ഈ ടെക്നിക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ചെറിയ നൂല്, പിന്നെ നമ്മുടെ ലക്ഷ്യത്തെ പറ്റിയുള്ള വ്യക്തമായ വിശ്വാസം. അപ്പോൾ ഈ നൂലിൽ അല്ലെങ്കിൽ ഈ ചരടിൽ നമുക്ക് 7 കെട്ടുകൾ കിട്ടും. ഓക്കെ, ഓരോ കെട്ടും പ്രതിദാനം ചെയ്യുന്നത് ഓരോ കാര്യങ്ങളാണ്. നമുക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ളതിനെ കുറിച്ചുള്ള വിശ്വാസം, ഒരു പോസിറ്റീവ് തോട്ട്, നമ്മളുടെ ലക്ഷ്യം എന്താണോ, ഇതൊക്കെയാണ് ഓരോ കെട്ടും പ്രതിദാനം ചെയ്യുന്നത്. അപ്പം ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത് രാവിലെയോ വൈകിട്ടോ ഏത് സമയത്തും ചെയ്യാം. പക്ഷെ നമ്മൾ ഏകാഗ്രത ലഭിക്കുന്ന ഒരു സമയത്താകുന്നത് വളരെ നല്ലതായിരിക്കും, മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ. സോ ഏർലി മോർണിംഗ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമേ തന്നെ ഈ ഒരു നൂലെടുക്കുക. അതിനുശേഷം ആദ്യം മനസ്സിൽ ഒരു ലക്ഷ്യം വ്യക്തമാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു ജോലി വേണം, പക്ഷെ നമുക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഒരു ജോലി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് ജോലി വേണം, എനിക്ക് ഇന്ന ജോലി വേണം, എനിക്കൊരു അധ്യാപകനായിട്ട് ജോലി വേണം, അല്ലെങ്കിൽ അങ്ങനെ ഏത് ജോലി വേണം എന്നുള്ളതിന് ഒരു വ്യക്തത ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുക. അല്ലെങ്കിൽ പണം, എനിക്ക് കുറേ പണം വേണം എന്ന് പറയുന്നതിനപ്പുറമായിട്ട് എനിക്ക് 10,000 രൂപ വേണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിലെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയ ഒരു ലക്ഷ്യം വയ്ക്കുക. ഓക്കെ, 1 കോടിയൊന്നും അസ്യൂം ചെയ്യാതെ, അല്ലെങ്കിൽ 1 കോടിയൊന്നും നിങ്ങൾ മനസ്സിൽ കരുതാതെ ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ 10,000 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1 lakh, അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ളൊരു എമൗണ്ട് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ കെട്ടുക. ഓക്കെ, മനസ്സിൽ എനിക്ക് 10,000 രൂപ വേണം, എനിക്ക് അല്ലെങ്കിൽ ഒരു നല്ല ജോലി ലഭിക്കട്ടെ, 10,000 രൂപ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കെട്ടുക. എന്നിട്ട് അതെ, എനിക്ക് അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എവിടെ നിന്നെന്ന് എനിക്കറിയില്ല, പക്ഷേ യൂണിവേഴ്സിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യൂണിവേഴ്സിന് നന്ദി പറയുന്നത്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കെട്ടുക. എന്നിട്ട് അടുത്ത നിമിഷം തന്നെ നിങ്ങൾ
മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കത് കിട്ടിയതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ഒരു ഫീല് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കിട്ടിയതിനെക്കുറിച്ച് നന്ദി പറയുക. എനിക്ക് ജോലി ലഭിച്ചതിന് നന്ദി, എനിക്ക് 10,000 രൂപ ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് 1,00,000 രൂപ ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? മൂന്നാമത്തെ കെട്ട് കെട്ടുക. പിന്നെ ഇത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ കുറേ അധികം ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഇപ്പോൾ പണമാണെങ്കിൽ വളരെയധികം അത്യാവശ്യത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ എന്തായിരിക്കും? അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫീൽ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അതൊന്ന് ഫീൽ ചെയ്യണം. ഒരു ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയ ജോലിയാണ്, നിങ്ങളൊരു പുതിയ ജോലി ചെയ്യുന്നതും അപ്പോൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കംഫർട്ട് അത് മനസ്സിൽ കാണുക. അതുപോലെ പണം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം അത് മനസ്സിൽ കാണുക. എന്നിട്ട് അത് ആ ഒരു ഫീൽ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ 4th കെട്ട് കെട്ടുക. അതിനുശേഷം 5th കെട്ട് 5ാമത്തെ തവണ കെട്ടുമ്പോഴേക്കും മനസ്സിൽ ആ സന്തോഷം നിറച്ചുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. വീണ്ടും 6ാമത് കെട്ടുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. 7ാമതും കെട്ടുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആളാണെങ്കിൽ, ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അയക്കുക, അല്ലെങ്കിൽ എവിടെയൊക്കെ അയക്കാൻ പറ്റുമോ അതൊക്കെ അയക്കുക. ഓക്കെ, ചെറിയൊരു ആക്ഷനും കൂടെ അതിനൊപ്പം നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചരട് അല്ലെങ്കിൽ ഈ നൂലെടുത്തിട്ട് നിങ്ങൾക്ക് അലമാരയിലോ ബാഗിലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ കഴിയുന്നത്ര നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റുന്നിടത്തോട്ട് വെക്കുക. എന്നിട്ട് ഇപ്പോഴൊക്കെ കാണുന്നു ഈ 7 ദിവസവും 7 ദിവസവും നിങ്ങളിത് കാണുക. ഒരു പ്രാവശ്യം ചെയ്താൽ മതി, പക്ഷേ 7 ദിവസവും നിങ്ങളിത് കാണുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. എൻ്റെ ആഗ്രഹം സാധിച്ചതിന്, അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചതിന് യൂണിവേഴ്സിന് നന്ദി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് എഴുതിയിടും. ഓക്കെ, യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവട്ടെ. ഇതിൻ്റെ ആദ്യ പടി എന്നോണം നിങ്ങൾ ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടും. ഓക്കെ, യൂണിവേഴ്സ് എനിക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോഴൊക്കെ ഇത് കാണുമ്പോഴും ഓക്കെ, ഇത് മനസ്സിൽ സന്തോഷത്തോടുകൂടി അത് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് പറയുക. ഓക്കെ, ഈ കയറിനൊപ്പം ഒരു പ്രാർത്ഥനാ മനോഭാവം പുലർത്തുക. അതിനൊരു ശക്തമായ ഒരു എനർജി ഓബ്ജക്റ്റായിട്ട് കാണുക. ആ ഒരു നൂലിനെ ശക്തമായിട്ടുള്ള ഒരു എനർജി ഓബ്ജക്റ്റായിട്ട് കാണുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും പെട്ടെന്ന് തന്നെ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ നൂലാണ്, പക്ഷേ അതിലൊരു വലിയ വിശ്വാസം ഉണ്ടാവും. അതാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. വാട്ട് യു ബിലീവ് യു റിസീവ് എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.